എല്ലാ പ്രേക്ഷകർക്കും സൗദി ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട് പേ വാലറ്റിലേക്ക് എങ്ങനെ CVV നമ്പറുള്ള കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പണം ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. നിലവിൽ ഫ്രണ്ട് പേയിലേക്ക് പണം ആഡ് ചെയ്യുന്നതിന് മദാ കാർഡ് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. ST, CPay, iPay തുടങ്ങിയ ഡിജിറ്റൽ വാലറ്റുകൾ നൽകുന്ന മദാ കാർഡ് ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് പേയിലേക്ക് നമുക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സൗദിയിലുള്ള എല്ലാ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാർഡുകളും മദ സപ്പോർട്ട് ചെയ്യുന്ന കാർഡുകളാണ്. ആ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ട് പേയിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട് പേയിലേക്ക് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പണം ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഫ്രണ്ട് പേ എന്ന വിഷയത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഒരു പ്ലേ ലിസ്റ്റായി മുകളിൽ ഐ ബട്ടണിലും കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എങ്ങനെ ഫ്രണ്ട് പേ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഫ്രണ്ട് പേ നാട്ടിൽ അക്കൗണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ നാട്ടിലേക്ക് പണം അയക്കാം തുടങ്ങിയ എല്ലാ വീഡിയോസും അതിൽ കാണാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്ന് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ പണം ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫ്രണ്ട് പേ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് പേയുടെ ഹോം സ്ക്രീനിൽ തന്നെ ആഡ് മണി എന്നുള്ള ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് പേയിലേക്ക് പണം ആഡ് ചെയ്യുന്നുള്ള മെത്തേഡ്സ് കാണാൻ സാധിക്കും. നിലവിൽ 2 രീതിയിലാണ് ഫ്രണ്ട് പേയിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. CVV നമ്പറുള്ള ATM കാർഡ് ഉപയോഗിച്ച് പണം ആഡ് ചെയ്യാൻ വേണ്ടി വയാ കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഫ്രണ്ട് പേ ഏജൻറ്റിൽ നിന്നും നേരിട്ട് പണം ആഡ് ചെയ്യാൻ വേണ്ടി വയാ സെയിൽസ് ഏജൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഞാനിപ്പോൾ CVV നമ്പറുള്ള ATM കാർഡ് ഉപയോഗിച്ച് പണം ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി വയാ കാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം തുറന്നു വരുന്ന പേജിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട തുക എൻ്റർ ചെയ്യാം. ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അല്പസമയത്തിന് താഴെ ആയിക്കൊണ്ട് ഈ തുക ആഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് പേ ഈടാക്കുന്ന ഫീ മറ്റ് കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. നിലവിൽ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രണ്ട് പേയിലേക്ക് പണം ആഡ് ചെയ്യാൻ വേണ്ടി ഫീ ഒന്നും ഈടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഫീസിൻ്റെ നേരെ 0 കാണിക്കുന്നത്. ഫീ ഈടാക്കുകയാണെങ്കിൽ നമുക്ക് ഫീസിൻ്റെ നേരെ ആ തുക കാണാൻ സാധിക്കുന്നതാണ്. നോക്കി ഉറപ്പുവെച്ചതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെലക്ട് എ കാർഡ് എന്നുള്ളൊരു പേജ് വന്നതായി കാണാം. നമ്മൾ നേരത്തെ കാർഡ് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഒന്നും തന്നെ കാണാത്തത്. പുതിയൊരു കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് കാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ തുറന്നു എന്നുള്ള പേജിൽ കാർഡ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഇത് ക്രെഡിറ്റ് കാർഡെന്നും മദാ കാർഡെന്നും കാണാം. ഇവിടെ മദാ കാർഡാണ് സെലക്ട് ആയി കിടക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഫ്രണ്ട് പേയിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ സർവീസ് എനേബിൾ ആകുന്ന സമയത്ത് നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ കാർഡിൻ്റെ പുറത്ത് കാണുന്ന 16 അക്ക നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം കാർഡിൻ്റെ എക്സ്പയർ ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഈ കോളത്തിൽ എക്സ്പയർ ഡേറ്റ് ടൈപ്പ് ചെയ്യാം. 1-ാം മാസമാണ് എക്സ്പയർ ആവുന്നതെങ്കിൽ 01 എന്നാണ് നൽകേണ്ടത്. അതിനുശേഷം ഇയർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം CVV നമ്പർ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. കാർഡിൻ്റെ പിറകിൽ കാണുന്ന 3 അക്ക കോഡ് എൻ്റർ ചെയ്യാം. അതിനുശേഷം നെയിം ഓഫ് കാർഡ് ഹോൾഡർ ചോദിക്കുന്നുണ്ട്. ഇവിടെ കാർഡിന്മേൽ കാണുന്ന പേര് എൻ്റർ ചെയ്യാം. ഈ കാർഡ് നമ്മൾ ഫ്രണ്ട് പേയിൽ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സേവ് കാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ച് പണം ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ വീണ്ടും ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ സേവ് കാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള ബ്രൗസർ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും ബ്രൗസർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ബാങ്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്ത് ഇർസാൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്പസമയത്ത് തന്നെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. ട്രാൻസാക്ഷൻ സമ്മറി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. താഴെ കാണുന്ന ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പേയുടെ ഹോം സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ട്. ബാലൻസിൽ നാം ആഡ് ചെയ്ത തുക കാണാൻ സാധിക്കും. ഹിസ്റ്ററിയിൽ നാം ആഡ് ചെയ്തുള്ള തുകയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട് പേ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട് പേയിലേക്ക് ആഡ് ചെയ്ത പണം വളരെ ഈസി ആയിക്കൊണ്ട് മറ്റൊരു വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനോ നമുക്ക് സാധിക്കുന്നതല്ല. അതിനുള്ള ഓപ്ഷനൊന്നും ഫ്രണ്ട് പേയിൽ ഇതുവരെ വന്നിട്ടില്ല. പരിപൂർണമായി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ ഓപ്ഷനും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രണ്ട് പേയിലേക്ക് നാം ആഡ് ചെയ്ത തുക തിരിച്ച് നമ്മുടെ കാർഡിലേക്ക് തന്നെ റീഫണ്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കസ്റ്റമർ കെയറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് പേയുടെ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്നു ലഭിക്കാൻ വേണ്ടി സൗദി ടിപ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ ഫ്രണ്ട് പേയിൽ എങ്ങനെ നാട്ടിൽ അക്കൗണ്ട് ആഡ് ചെയ്യാം, എങ്ങനെ നാട്ടിൽ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം തുടങ്ങിയവ കാണാം.